ഇപ്പോൾ സഞ്ജുവിൻ്റെ ഫോമിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളെല്ലാം പലരും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് സഞ്ജുവിനെ ടീം ബാക്ക് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സഞ്ജു ഒരു പ്രോപ്പർ T20 ബാറ്റ്സ്മാനാണ്, ഒരു ക്വാളിറ്റി പ്ലെയറാണ്, അതിലാർക്കും സംശയമില്ല. ഇപ്പോൾ ജസ്റ്റ് ഫോം ഔട്ടാണ്. ഇപ്പം സൂര്യകുമാറും കുറേ നാൾ ഫോം ഔട്ടായിരുന്നു, അതിനുശേഷം ഇപ്പം ഫോമിലേക്ക് തിരിച്ചു വന്നു. സഞ്ജുവിനെ ബാക്ക് ചെയ്യുമെന്ന് ഞാൻ പറയാൻ കാരണം ഈ T20 ടീം വൻ സെറ്റാണ്. അപ്പോൾ ന്യൂസിലൻഡിനെതിരെയുള്ള 3 കളി നമ്മൾ കണ്ടു. ഒരു രീതിയിലും ഇന്ത്യനെ തൊടാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ത്യയുടെ കളി മുന്നോട്ട് പോകുന്നത്. കാരണം ജസ്റ്റ് വിന്നൊന്നുമല്ല, ഡോമിനേറ്റിംഗ് വിന്നാണ് 3ഉം. അപ്പം ടീം ഇത്ര നല്ല സെറ്റായി നിൽക്കുമ്പം അതിലൊരു പ്ലെയർ ഫോം ഔട്ടാന്ന് കരുതി ആളെ മാറ്റി പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗില്ലിനെ ഒഴിവാക്കി സഞ്ജുവിനെ ഓപ്പണിങ്ങിലിട്ടാണ് ടീം ഇറക്കിയത് T20 വേൾഡ് കപ്പിന് ന്യൂസിലൻഡ് സീരീസിനും. അപ്പോൾ സഞ്ജു തന്നെയാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ട് ടീം കണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇഷാൻ കിഷന് മാരകമായ ഫോമുകൾ വന്നപ്പോഴാണ് കിഷനും വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലേക്കൊക്കെ വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്ന ടീം സഞ്ജുവിനെ ബാക്ക് ചെയ്യും. കാരണം 2 കളികൾ കൂടി ഉണ്ട് ന്യൂസിലൻഡുമായിട്ട്. അപ്പോൾ ഇതിൽ സഞ്ജു ഫോം ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തായാലും T20 വേൾഡ് കപ്പ് 7-ാം തീയതി തുടങ്ങുകയാണ്. ഇനിയൊരു വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. എന്തായാലും സഞ്ജു തന്നെ ആയിരിക്കും വേൾഡ് കപ്പിൽ ഓപ്പണിംഗ് ഇറങ്ങുക എന്നാണ് എനിക്ക് തോന്നുന്നത്.